സൂര്യൻ മാനത്ത് സ്ഥാനം പിടിച്ചു. രാമേന്ദ്രനും എസ്.കെയും നോക്കി നിൽക്കുന്നു. ജനങ്ങൾ ധാരാളം തടിച്ചുകൂടി നിൽക്കുന്നു. എസ്.കെ: ഞാനവിടെ പോയി വിവാഹം നടത്തിക്കൊടുക്കാം. രാമേന്ദ്രൻ: അവിടെ പോകുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം. ഇതിച്ചിരി കുഴപ്പം പിടിച്ച കേസാ. ഷേവ് ചെയ്യുന്നില്ലേ? വേണ്ട. തന്നെ ഇങ്ങനെ കാണാൻ ഒരു ഹീറോ ലുക്ക്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. രവീന്ദ്രൻ: ആ നിപ്പ് കണ്ടില്ലേ, ജയിച്ചു വരും. രാമേന്ദ്രൻ: താൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യണ്ട. താൻ ധൈര്യമായിട്ട് പോവും. എല്ലാം ശരിയാകുമടോ. ഓൾ ദ ബെസ്റ്റ്. ഒരു സത്യസന്ധനായ പോലീസുകാരനെ അവർ കൊന്നുകളഞ്ഞത്. രവീന്ദ്രൻ: പോലീസിൻ്റെ ദേഹത്ത് കൈവച്ച എന്താ സംഭവിക്കാമെന്ന് അറിയിച്ചു കൊടുക്കണം അവന്മാരെ. എസ്.കെ: ഇത്രയ്ക്ക് ആവേശം വേണ്ട. ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടുമേ അവരെ ട്രാക്കിലാക്കാൻ കഴിയൂ. രാമേന്ദ്രൻ: താൻ ചെല്ല്. എസ്.കെ വീട്ടിലേക്ക് കയറി വരുന്നു. സേതുവിക്രം: നീ ഇവിടെ കാണില്ലല്ലേ? എസ്.കെ: നമ്മളതിന് ഒരുമിച്ചാണ് പോണത്. സേതുവിനെ പിടിച്ചോണ്ട് പോകുന്നു. പെട്ടിയിൽ തുണിയൊക്കെ പാക്ക് ചെയ്യുന്നു. സേതുവിക്രം: എന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്? എസ്.കെ: കൊച്ചിലെ നിനക്ക് IPS ആകാനല്ലേ മോഹം? കണ്ടും കേട്ടും പഠിച്ചോടാ. സേതുവിക്രം: എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് തോക്ക് തരാമോ? എസ്.കെ: തോക്ക് വെച്ചൊന്ന് കാച്ചി തരും ഞാൻ. കാറിൽ കയറുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി. സേതുവിക്രം സീറ്റ് തപ്പി നടക്കുന്നു. സേതുവിക്രം: ചേഞ്ച് ചെയ്യാവോ? രാധാലക്ഷ്മിയും അനുപമയും നിരുപമയും ഓ തട്ടാനും മുട്ടാനും ഓരോ വഴിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. സേതുവിക്രം: എൻ്റെ ദൈവമേ. പോകുന്നു. പിന്നെയും തിരിച്ചു വന്നു. സേതുവിക്രം: വെറുതെ സീനുണ്ടാക്കാതെ സമ്മതിക്കുന്നതാ നല്ലത്. ഒരു ഷൂസ് ഇട്ട കാല് കാണുന്നു. ജാക്കറ്റും പാവാടയുമാണ് അവൾ ഇട്ടിരിക്കുന്നത്. മുടിയിൽ ഹെയർ ബാൻഡ് ഇട്ടിരിക്കുന്നു. ലേസ് കഴിക്കുന്നു. മികയ: തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലേ? കവളത്ത് തട്ടുന്നു. സേതുവിക്രം: അണ്ണാ. എസ്.കെ വരുന്നു. ജാക്കറ്റും പാൻറ് വരുന്നു അവൻ്റെ വേഷം. ആ കട്ടത്താടിയിൽ അവൻ സുന്ദരനായിരുന്നു. നല്ല ബോഡിയൊക്കെയുള്ള ആളാണ്. മാളികപ്പുറം സിനിമയിൽ ഉണ്ണി മുകുന്ദൻ മുടി വളർത്തിയിരിക്കുന്ന കൂട്ടാണ് എസ്.കെ മുടി വളർത്തിയിട്ടേക്കുന്നത്. വെറി 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 പോക്കിരി. എസ്.കെ കണ്ടതും മികയുടെ കയ്യിലെ ലേസ് താഴേക്ക് പോയി. രാധാലക്ഷ്മി സാരിയായിരുന്നു ഉടുത്തിരുന്നത്. ഹാൻസം ആണ് നീ. സൂപ്പറാണ് നീ. കൂളാണ് നീ. എസ്.കെ: എന്താടി? മികയ: കുഴപ്പമില്ല, ഇരുന്നോളൂ. രാധാലക്ഷ്മിയും അനുപമയും നിരുപമയും ഇരുന്നോളൂ. സേതുവിക്രം: ഞാൻ അതിസാഹസികമായിട്ടാണ് സീറ്റിൻ്റെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചത്. മികയ എസ്.കെ തന്നെ നോക്കുന്നു. എസ്.കെ: എന്താ? മികയ: ഒന്നുമില്ല. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പോകുന്നു. മികയ എസ്.കെ തന്നെ നോക്കുന്നു. മികയ: എനിക്കിഷ്ടായി. രാധാലക്ഷ്മിയും അനുപമയും നിരുപമയും ഇപ്പം തന്നെ പറഞ്ഞോ, ഉറപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഇതേ സമയത്ത് നാളെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടാറ്റാ.